എല്ലാവർക്കും നമസ്കാരം. ഇതിൽ നമ്മള് ഇന്ന് ചെയ്യാൻ പോണത് കഴിഞ്ഞ തവണ മഹാബന്ധം എന്നുള്ള എടുത്തത്. ഇപ്പോ ഇന്ന് മഹാവേദം എന്ന യോഗ മുദ്രയാണ് എടുക്കാൻ പോണത്. മഹാബന്ധം ഒന്നും കൂടി പറയാം. മഹാബന്ധം എന്നത് ജാലന്തര ബന്ധം, മൂലബന്ധം, ഉദ്യാന ബന്ധം എന്നിവ ഒരുമിച്ച് ചെയ്യുന്നതാണ്. സിദ്ധാസനത്തിലിരിക്കണം. ശ്വാസം സാവധാനം വലിച്ച് പൂർണ്ണമായും ഉച്ഛ്വസിക്കണം. ശ്വാസം പൂർണ്ണമായിട്ട് പുറത്തേക്ക് വിടണം. ശ്വാസം ഉള്ളിലേക്ക് കടക്കാതെ ജാലന്തര ബന്ധം, മൂലബന്ധം, ഉദ്യാന ബന്ധം എന്നിവ ക്രമത്തിൽ ചെയ്യണം. ബന്ധങ്ങൾ ചെയ്തുകൊണ്ട് ശ്വാസം പിടിച്ചിരിക്കണം. അധികം ശ്വാസം മുട്ടുന്നതിന് മുമ്പായി ആദ്യം മൂലബന്ധം, പിന്നെ ഉദ്യാന ബന്ധവും അതിനുശേഷം ജാലന്തര ബന്ധവും അഴിക്കണം. തല നേരെയാക്കി സാവധാന ശ്വാസോച്ഛ്വാസം ചെയ്ത് ശ്വാസം ക്രമമാക്കണം. വീണ്ടും മഹാബന്ധം ചെയ്യുക. അങ്ങനെ 4 മുതൽ 10 തവണ വരെ ചെയ്യാം. ഇനി മഹാവേദം എങ്ങനെ ചെയ്യുന്നത്? മഹാബന്ധം ചെയ്തതിനു ശേഷം ആ അവസ്ഥയിൽ വായു വലിച്ച് വയറ് നിറക്കുകയാണെങ്കിൽ അത് മഹാവേദമായി. ജാലന്തര ബന്ധം, മൂലബന്ധം, ഉദ്യാന ബന്ധം എന്നിവ ചേർന്നാണല്ലോ മഹാബന്ധം. ഇത് വായു പുറത്ത് നിർത്തിയിട്ടാണ് ചെയ്യുക. തുടർന്ന് വായു വയറിൽ ഉദ്യാനം എന്ന് പറയും നിറച്ച് പിടിക്കുന്നതാണ് മഹാവേദം. ഉദ്യാന കുംഭകം എന്ന് പറയും. യോഗി ശ്രേഷ്ഠൻ കുക്ഷിയിൽ വായു കൊണ്ട് ഈ വേദവിധി അനുസരിച്ച് സുഷുമ്നാ മാർഗത്തിലൂടെ ബ്രഹ്മഗ്രന്ഥിയെ ഭേദിക്കുന്നു. അതീവ രഹസ്യമായി എല്ലായ്പ്പോഴും മഹാവേഷം അഭ്യസിക്കുന്നയാൾക്ക് ജരാമരണനാശകമായ വായു സിദ്ധി ഉണ്ടാവും. വായു താടനം കൊണ്ട് ശരീര ചക്ര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവന്മാർ ചലിക്കുന്നു. മഹാമായയായ കുണ്ടലിനിയും കൈലാസത്തിൽ വിലയം പ്രാപിക്കും. എന്നുവെച്ചാല് സഹസ്രാരത്തിലേക്ക് പോകുന്നു. മഹാവേദം കൊണ്ട് വായു സുഷുമ്നാ മാർഗം ബ്രഹ്മഗ്രന്ഥിയിൽ എത്തിച്ചേരുന്നു. നിത്യവും മഹാവേദം അഭ്യസിച്ചുകൊണ്ടിരുന്നാൽ വായുശുദ്ധി ഉണ്ടാകും. വായു മൂലം രോഗങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ജരാനരകളും മരണവും അകന്നു പോകും. പ്രാണായാമം കൊണ്ടുള്ള വായുവിന്റെ താടനം കൊണ്ട് ആത്മീയ ചക്രങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിമാർ കൂടി ഉറയ്ക്കുന്നു. മഹാമായയായ കുണ്ടലിനി ദേവി പോലും കൈലാസത്തിൽ എത്തിച്ചേരുന്നു. കുണ്ടലിനി ശക്തി മൂലാധാര ചക്രത്തിലാണ്. കൈലാസം തലയിൽ നിറയുകയിലും. പ്രാണായാമം കൊണ്ട് മൂലത്തിൽ കിടന്ന കുണ്ടലിനി ശക്തി ഉണർന്ന് മറ്റഞ്ച് ചക്രങ്ങളെയും ഭേദിച്ച് ശിരസിൽ എത്തുന്നതിനെയാണ് ആലങ്കാരികമായി ഇങ്ങനെ പറയുന്നത്. മഹാവേദം കൊണ്ട് വായു സുഷുമ്ന നാഡി മാർഗം ബ്രഹ്മഗ്രന്ഥിയിൽ എത്തിച്ചേരുന്നു. ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി ഇങ്ങനെയുള്ള ഗ്രന്ഥികളെ പറ്റി പിന്നീട് പറയേണ്ടത്. നിത്യവും മഹാവേദം അഭ്യസിച്ചുകൊണ്ടിരുന്നാൽ വായുശുദ്ധി ഉണ്ടാകും. വായുമൂല രോഗങ്ങളൊന്നും ഉണ്ടാകില്ല. ജരാനരകളും മരണവും അകന്നു പോകും. പ്രാണായാമം കൊണ്ടുള്ള വായുവിന്റെ താടനം കൊണ്ട് ആത്മീയ ചക്രങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിമാർ കൂടി കുറയ്ക്കുന്നു. ആത്മീയ ചക്രങ്ങളുടെ ദേവിമാരെ പറ്റി പറയുന്നത്. മഹാമായ കുണ്ടലിനി ദേവി പോലും കൈലാസത്തിൽ എത്തിച്ചേരും. അപ്പം മഹാവേദം, മഹാമുദ്ര ഈ 2 ക്രിയകളെ കൊണ്ട് തന്നെ കുണ്ടലിനെ വളർത്താൻ കഴിയും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കുണ്ടലിനി ശക്തി മൂലാധാര ചക്രത്തിലാണ്. കൈലാസം തലയിൽ നിറകയിലും. മൂലാധാര ചക്രത്തിൽ നിന്ന് കുണ്ടലിനി ശക്തി സാവധാനം വളർന്നു കൈലാസം എന്നുവെച്ചാൽ നിറുകയിൽ സഹസ്രാരത്തിൽ എത്തിച്ചേരും. പ്രാണായാമം കൊണ്ട് മൂലത്തിൽ കിടക്കുന്ന കുണ്ടലിനി ശക്തി ഉണർന്ന് മറ്റഞ്ച് ചക്രങ്ങളെയും ഭേദിച്ച് ശിരസിൽ എത്തുന്നതിനാണ് ആലങ്കാരികമായി ഇങ്ങനെ പറഞ്ഞത്. മഹാവേദം ചെയ്യാതെ മഹാമുദ്രയും മഹാബന്ധവും ചെയ്തുകൊണ്ട് ഗുണമില്ല. അതിനാൽ അവ രണ്ടും ചെയ്തതിന് ശേഷം മഹാവേദവും കൂടി ചെയ്യണം. വളരെ പ്രയത്നിച്ചാലും 3 ക്രമത്തിൽ ചെയ്യണം. ഇവ 3 പ്രയത്നിച്ച് 4 തവണ വീതം ചെയ്യുന്നയാൾ 6 മാസം കൊണ്ട് മരണത്തെ ജയിക്കാൻ പോലും പോകുന്നവനാകും. ആ 3ന്റെയും മഹാത്മ്യം സിദ്ധന്മാർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. അവ അറിയുന്ന സാധകരെല്ലാം വഴിയാൻ വണ്ണം സിദ്ധരായിത്തീരുന്നു. സിദ്ധി കാക്ഷിക്കുന്ന സാധകന്മാർ എന്ത് പ്രയാസം സഹിച്ചു അവ 3 അതിരഹസ്യമായി വയ്ക്കണം. അല്ലാത്ത പക്ഷം ഈ മുദ്രകൾ കൊണ്ട് ഒരു പ്രയോജനവും സിദ്ധിക്കുന്നില്ല. അതായത് വളരെ രഹസ്യമായിട്ട് അത്രയും ഉയർന്ന സാധകനും ശിഷ്യനും മാത്രമേ നൽകാവൂ എന്നാണ് ഇതിന്റെ ചുരുക്കത്തിൽ പറഞ്ഞ കഥ. ഏറ്റവും രഹസ്യം വയ്ക്കണമെന്നാൽ
തുടക്കക്കാരായിക്കോ വെറുതെ ഫോണിൽ ചോദിക്കുന്നവർക്കോ ഒന്നും ഇതിന്റെ വിദ്യ പറഞ്ഞു കൊടുക്കരുതെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. മഹാബന്ധം ചെയ്തതിനു ശേഷം, അപ്പൊ മഹാബന്ധം എന്നത് ജാലന്തര ബന്ധം, മൂലബന്ധം, ഉദ്യാന ബന്ധം എന്നിങ്ങനെ 3 സംഭവങ്ങളോട് ഒരുമിച്ചിരിക്കുന്ന സിദ്ധാസനത്തിൽ നിന്ന് ചെയ്യുന്നതിനെയാണ് ശ്വാസം പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിട്ടിട്ട് ആണ് പിന്നെ ഇരുന്ന് ബന്ധങ്ങൾ ചെയ്തുകൊണ്ട് ശ്വാസം പിടിച്ചിരിക്കും. ശ്വാസം പുറത്ത് പിടിച്ചിരിക്കണം. ശ്വാസം വെട്ടുന്നതിന് മുമ്പായി ആദ്യം മൂലബന്ധം ഒഴിക്കുക, പിന്നെ ഉദ്യാന ബന്ധം ഒഴിക്കുക, പിന്നെ ജാലന്തര ബന്ധം ഒഴിക്കുക. തല നേരെയാക്കി സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്ത് ശ്വാസം ക്രമമാക്കുക. ഇത് തന്നെ മഹാബന്ധം ചെയ്തതിന് ശേഷം ആ അവസ്ഥയിൽ വായു വലിച്ച് വയറ് നിറക്കുകയാണെങ്കിൽ അത് മഹാവേദമായി. ജാലന്തരം, മൂലബന്ധം, ഉദ്യാനബന്ധം എന്നിവ ചേർന്നുള്ള മഹാബന്ധം. ഇത് വായു പുറത്ത് നിർത്തിയിട്ടാണ്. തുടർന്ന് വായു വയറിൽ നിറച്ചു പിടിക്കുന്നതാണ് മഹാവേദം. ഉദ്യാന കുംഭം എന്നും പറയും. വളരെ വിശേഷപ്പെട്ട അനുഭവമാണ് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. മഹാവേദം കൊണ്ട് സുഷുമ്നാ നാഡി മാർഗം ബ്രഹ്മഗന്ധി എത്തിച്ചേരുന്നു. നിത്യവും മഹാവേദം അഭ്യസിച്ചുകൊണ്ടിരുന്നാൽ വായുശുദ്ധി ഉണ്ടാകും. വായുമൂല രോഗങ്ങളൊന്നും ഉണ്ടാകില്ല. ജരാനരകളും മരണവും അകന്നുപോകും. പ്രാണായാമം കൊണ്ടുള്ള വായുവിന്റെ താഴനം കൊണ്ട് ആത്മീയ ചക്രങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിമാർ കൂടി കുറയ്ക്കുന്നു. മഹാമായ കുണ്ടലിനി ദേവ് പോലും കൈലാസത്തിൽ എത്തിച്ചേരുന്നു. കുണ്ടലിനി ശക്തി മൂലാധാര ചക്രത്തിലാണ്. കൈലാസം തലയിൽ നിറകിലും. പ്രാണായാമം കൊണ്ട് മൂലത്തിൽ കിടക്കുന്ന കുണ്ടലിനി ശക്തി ഉണർന്ന് മറ്റ് 5 ചക്രങ്ങളെയും ഭേദിച്ച് ശിരസിൽ എത്തുന്നതിനാണ് ഗുഡാലങ്കാരിക. മഹാവേദം ചെയ്യാതെയും മഹാമുദ്രയും മഹാബന്ധവും ചെയ്തുകൊണ്ട് ഗുണമില്ല. അതിനാൽ അവ രണ്ടും ചെയ്തതിന് ശേഷം മഹാവേദം കൂടി ചെയ്യണം. വളരെ പ്രയത്നിച്ചാലും 3 ക്രമത്തിൽ ചെയ്യണം. ഇവ 3 പ്രയത്നിച്ച് 4 തവണ വീതം ചെയ്യുന്നയാൾ 6 മാസം കൊണ്ട് മരണത്തെ ജയിക്കാൻ പോകുന്നതാണ്. ഈ 3ന്റെയും മഹാത്മ്യം സിദ്ധന്മാർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. അവ അറിയുന്ന സാധകരെല്ലാം വഴിയാമണ്ണം സിദ്ധരായിത്തീരും. സിദ്ധി കാംക്ഷിക്കുന്ന സാധകന്മാർ എന്ത് പ്രയാസം സഹിച്ചും ഇവ 3 അതിരഹസ്യമായി വയ്ക്കാം. അല്ലാത്ത പക്ഷം ഈ മുദ്രകൾ കൊണ്ട് ഒരു പ്രയോജനം സിദ്ധിക്കുന്നതല്ല. മഹാ